ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ലൈവ് സെഷനെ കുറിച്ച്. ഇപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷനാണ്. ഓക്കെ, ആളുകൾ എന്താണെന്ന് അറിയാതെ വന്നിട്ടാണ് ബുക്കിംഗ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുകൂടെ ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളെടുത്ത് വരുന്നത്. ലൈവ് സെഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഗൾഫ് നാടുകളിൽ ജോലി നോക്കുകയാണ്, പക്ഷെ നിങ്ങൾക്കറിയില്ല എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് CV ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഇൻ്റർവ്യൂവിന് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് തരും. അതില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ നമ്മുടെ ഇഷ്യൂസ് ഉണ്ടാവും, ഫാമിലി ഇഷ്യൂസ്, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടില്ല, അതിൽ കൗൺസിലിംഗ് തരും. അതില്ലാതെ ചിലരുണ്ടാകും ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കണം എന്നറിയില്ല, ഇനി എന്ത് പഠിച്ചാലാണ് അവിടെ ജോലി കിട്ടുക എന്നറിയില്ല, അല്ലെങ്കിൽ ഇനി സൗദിയിലേക്ക് വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും, ലിസ്റ്റ് ഓഫ് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഡൗട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണോ വേണ്ടയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ തന്ന നമ്പറിൽ തന്നെ ചോദിച്ചാൽ അവർ പറയും ചെയ്യണോ വേണ്ട. അല്ല, നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഗൈഡൻസ് തന്നെ കിട്ടേണ്ടി വരും. എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടി വരും. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് കണക്റ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അടുത്തത് കണക്റ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് സൗദിയിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ, അതില്ലെങ്കിൽ നാട്ടിൽ വല്ല ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, നാട്ടിൽ ജോബ് നോക്കണമെങ്കിൽ, അതില്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ, അതില്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ്, നിങ്ങളൊരു ഡിഗ്രി എടുത്തിക്കണം, ഇനി അതിൻ്റെ കൂടെ ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ, അതുപോലെ ഏത് ഫീൽഡിലാണ് ഇനി എക്സ്പീരിയൻസ് ആക്കേണ്ടത്, ഏതിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ള കരിയർ കൗൺസിലിങ്, അതുപോലെ BEd വേണോ, PG വേണോ, എക്സ്പീരിയൻസ് വേണോ, അങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളെ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം, ഫാമിലി റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ഒരു പക്ഷേ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ല, ഫാമിലി സപ്പോർട്ടില്ല, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ, അതില്ലെങ്കിൽ ചിലപ്പോൾ ജോലി കിട്ടിയിട്ട്, ഇപ്പം ഞാൻ ഇന്ന് മോർണിംഗിൽ ചെയ്തൊരു കൗൺസിലിങ്ങാണ് പറയുന്നത്. നല്ലൊരു ജോബായിരുന്നു, കിട്ടി, ബട്ട് 1 വീക്ക് കൊണ്ട് ഫാമിലിയിൽ ഭയങ്കര ഇഷ്യൂ ആയി. ഹസ്ബൻഡിന് എന്താ പറയുക, പ്രശ്നമാണ് വീട്ടിൽ. അപ്പോൾ ഞാൻ അത് എന്താ പറയുക റിസൈൻ ചെയ്തു, എനിക്ക് നല്ല ലക്കായിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞു. പിന്നെ എന്തായി, അടുത്തത് ഫാമിലി ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആയിട്ട് കാര്യമില്ല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പീസ്ഫുള്ളി ചെയ്യണം. നമ്മുടെ ഫാമിലിയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്കൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ അച്ചീവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലും ഇങ്ങനെയുള്ള കൗൺസിലിംഗ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എന്താണോ നിങ്ങളുടെ പ്രോബ്ലം, അതായത് കരിയർ കൗൺസിലിംഗ് ആണോ, ഫാമിലി കൗൺസിലിംഗ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതാണോ, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല, കുറച്ച് ഏജ് ഓവറായി, ഇനി എന്താ ചെയ്യേണ്ടതെന്നാണോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടാവും എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ അക്കാദമി, അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ പല വിധത്തിലായിരിക്കും. ഇപ്പോൾ ഇന്ന് മോർണിംഗിലെ കേസ് എന്ന് പറയുന്നത് ലൈഫ് ആൻഡ് വർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്തത് പ്രശ്നമാണ്. അതുകൊണ്ട് എന്തായി, അപ്പോൾ ഇപ്പം ഇനി അത് എന്തായി, ഇത്രയും ബുദ്ധിമുട്ടി വന്ന് ജോബ് എടുക്കണം എന്ന് വിചാരിച്ച് വന്ന ആൾ ജോബിന് ജോയിൻ ചെയ്തു. അതും വിസിറ്റ് വിസയിലുള്ള ഒരാൾക്ക് ഒരു ടെമ്പററി പോസ്റ്റ് ആയിരുന്നു എങ്കിൽ പോലും പിന്നെ ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടാവുന്നു, പിന്നെ ദേഷ്യം വരുന്നു, അങ്ങനെയാണല്ലോ, ജോബിന് പോയില്ല, പിന്നെ നമ്മുടെ എന്താ പറയുക തോട്ട്സ് എല്ലാം മാറും അല്ലേ. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനാണ് നിങ്ങൾ നമ്മുടെ കൗൺസിലിംഗ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയർലി കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ കൗൺസിലിംഗ് ബുക്ക് ചെയ്ത സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും, എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ വേറെ ആരെങ്കിലും കേൾക്കുമോ, അല്ലെങ്കിൽ ഞാൻ സാധാ കൗൺസിലിങ്ങിന് പോകുമ്പോൾ എൻ്റെ എന്താ പറയുക ഫുൾ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ബട്ട് നിങ്ങൾ നിങ്ങളുടെ നെയിമും പ്ലേസും കൊടുക്കണം, ആരാന്നുള്ളത്. കാരണം നമ്മളൊരു ഫയൽ ഉണ്ടാക്കുന്നുണ്ട്, അതിൽ ജസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയിം പ്ലേസ് കൊടുക്കുക. നിങ്ങൾക്കുള്ള ടൈം 30 മിനിറ്റ്സ് ആയിരിക്കും ഒരാൾക്ക് കൊടുക്കുക. അല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ സമയം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓൾറെഡി പറയണം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, കുറച്ച് സീരിയസ് ആയിട്ടുള്ളത് തന്നെയാണെങ്കിൽ അതും നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഈ സ്ക്രീനിലൊരു നമ്പർ കാണുന്നുണ്ട്, നമ്മുടെ സ്റ്റാഫിൻ്റെ നമ്പർ 0091 9061 05 806. ഇത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ മറ്റ് ഹെൽപ്പുകൾ നമ്മൾ യൂട്യൂബ് ആയിട്ടും മറ്റു കാര്യങ്ങളിലൊക്കെ ഇവരോട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ, കാര്യമായിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക,
ഇതിൽ ബുക്ക് ചെയ്യുക. അപ്പോൾ അവർ ഡീറ്റെയിൽസ് പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും കേൾക്കുമോ എന്നുള്ളതാണെങ്കിൽ ആരുമില്ല, ഇൻഡിവിജ്വൽ സെഷനാണ്. നിങ്ങളുടെ പ്രോബ്ലം നമ്മൾ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് സൂമിൽ ഒന്നെങ്കിൽ ലിങ്ക് അയച്ചു തരും, അല്ല സൂമില്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് തരും, അതില്ലെങ്കിൽ IMO ബോട്ടിം, ഈ 4 കാര്യത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മളിവിടെ വീഡിയോ ഓപ്പൺ ചെയ്യും. നിങ്ങൾ മസ്റ്റായിട്ടും വീഡിയോ ഓപ്പൺ ചെയ്യണം. വീഡിയോ ഓപ്പൺ ചെയ്യാതെ ഒരു ഓഡിയോ കൗൺസിലിങ്ങിന് നമ്മൾ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്കും ബെനിഫിറ്റ് ഇല്ല, നമ്മൾ ചെയ്യുന്ന നമുക്കും വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റിയത് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളോട് ഞാൻ പറയാനുള്ളത് ഈ കൗൺസിലിംഗ് സെഷനെ കുറിച്ചിട്ടും ബുക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ. കാരണം ചിലർ വന്നിട്ട് വെറുതെ വേഗം വന്നിട്ട് ചോദിക്കുന്നു സെഷൻ വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സെഷനാണ് നിങ്ങൾക്ക് തരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സെഷൻ ബുക്ക് ചെയ്താൽ മതി. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അല്ല പെട്ടെന്ന് നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താണ്, നിങ്ങൾക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു കാര്യമാണെങ്കിൽ മാത്രം നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലിയർ ആണല്ലോ? ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നത്. ഇനി അതിൽ എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ കുറച്ച് കേൾക്കും, എന്നിട്ട് ഓടി വന്നിട്ട് പിന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും. അങ്ങനെ ചെയ്യല്ലേ, കംപ്ലീറ്റ് വീഡിയോ തന്നെ വാച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എന്താ നിങ്ങൾക്ക് കിട്ടുക? നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.